എൻ്റെ കൂടെ നമുക്ക് ബല്ലെ ബല്ലെ ചിക്കനും അമൃത്സരി ചിക്കനും ഈ രണ്ട് സംഭവങ്ങളാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ചേട്ടൻ്റെ കൂടെ സസ്രിയാക്കാൽ ഭയ്യ. ओके हम क्या बनाएंगे पहले ബല്ലെ ബല്ലെ ചിക്കൻ. ठीक है. അപ്പം നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് ബല്ലെ ബല്ലെ ചിക്കൻ എന്ന് പറയുന്ന ഡിഷാണ്. അതിന് പാനിലേക്ക് ആദ്യം ഒരു ബട്ടർ ഇട്ട് കൊടുക്കണം. ബട്ടർ ഹേന. അപ്പോൾ ബട്ടർ ഇട്ടു. ബട്ടർ ഇട്ടതിന് ശേഷം എന്താ ഇപ്പം ഗാർലിക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇത്തിരി സീനാണ് ഞാൻ ഇവിടെ നിന്നിട്ട് പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ബട്ടർ ഇട്ടു, പിന്നാലെ വെളുത്തുള്ളി ഇട്ടു. വെളുത്തുള്ളി ഇട്ടതിന് ശേഷം നമ്മൾ മുളകിട്ടു, പിന്നെ സവാള ഇട്ടു, ഇവ ഗാർലിക് പേസ്റ്റ് ഇട്ടു. എന്നെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തീ കൂട്ടുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇത് ഓൾറെഡി വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനാണ്. അത് നമുക്ക് കണ്ടാലറിയാം. മഞ്ഞളും ഉപ്പും ഇട്ട് വേവിച്ച് വെച്ച ചിക്കനാണ്. അപ്പോൾ ആ ചിക്കൻ വേവിച്ച് വെച്ച വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചീസ് ആ ടീക്കെ. അപ്പം അതിനകത്തേക്ക് ഇതാ ഇപ്പം ചീസ് നല്ലപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചീസ് ഗ്രേറ്റ് ചെയ്ത്, തക്കാളി, അതേപോലെ തന്നെ കാഷ്നട്ട്, പച്ചമുളക് ഇതൊക്കെ ചേർത്തിട്ടാണ് ഇരിക്കുന്നത്. ക്രീം, ഫ്രഷ് ക്രീം. ഓക്കെ, പിന്നെ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ലസ്സി ആട്ടോ ഇവരുടെ ലസ്സി. അപ്പോൾ ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് ഗ്രേവീസും ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഇളക്കി കൊടുക്കുന്നുണ്ട്. റെഡി ചിക്കൻ. ഓക്കെ. അപ്പോൾ അതാ ബല്ലെ ബല്ലെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഫൈനൽ സ്റ്റെപ്പായിട്ട് ഇത്തിരി കൊറിയാൻഡർ ലീഫും കൂടെ ഇട്ട് സംഭവം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബല്ലെ ബല്ലെ ചിക്കൻ ദാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ആ ലെഗ് പീസ് തന്നെ എടുക്കും. അതായത് നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. വാവ്. അങ്ങനെ ബല്ലെ ബല്ലയുടെ നാട്ടിൽ വന്നിട്ട് നമ്മൾ ബല്ലെ ബല്ലെ ചിക്കൻ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അമൃത്സരി ചിക്കനാണ്. അപ്പോൾ ബട്ടർ ഒഴിച്ചു, അതേപോലെ തന്നെ ഓയിൽ ഇട്ടു. അതിനുശേഷം ഗാർലിക് ആണ് ഇടുന്നത്. ഓണിയൻ ഡാല. ഒരു ഹെൽമെറ്റ് വെച്ചിട്ട് ഇനി ഞാൻ അടുക്കള കയറും. പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചുമന്ന മുളക് പൊടി ഇട്ട് കൊടുത്തു. ചിക്കൻ മസാല ഇട്ട് കൊടുത്തു. മറ്റേ നമ്മൾ ബല്ലെ ബല്ലെ ചിക്കൻ ഇട്ടപ്പോൾ ചിക്കൻ മസാല ഇട്ടിട്ടില്ല കേട്ടോ. ഗരം മസാല ഇട്ട് കൊടുത്തു. ഇനി വെള്ളം ഒഴിക്കാൻ പോവാ കേട്ടോ. ആ കൈ വെച്ചൊന്നും തളിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ, ഒരുപാട് ഒഴിച്ചിട്ടില്ല. ജസ്റ്റ് കൈ വെച്ച് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഓണിയൻ ഗ്രേവി വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചിക്കൻ റെഡി. ഓ ടീക്കെ, കറക്റ്റ് പെർഫെക്റ്റ് ടൈമിംഗ്. അമൃത്സരി ചിക്കൻ റെഡി ആയി ഗൈസ്. അപ്പോൾ ദാ അമൃത്സരി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇതും എന്തെങ്കിലും റൊട്ടി അല്ലെങ്കിൽ റൈസ്, പിന്നെ ബല്ലെ ബല്ലെ ചിക്കൻ, ഇതെല്ലാം കൂട്ടിയിട്ട് ഞാൻ കഴിക്കും. എന്തായാലും നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതാണ് ബല്ലെ ബല്ലെ ചിക്കൻ, ഇത് അമൃത്സരി ചിക്കൻ, ഇത് റൊട്ടി, ഇത് ദാ ഓണിയൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സംഭവങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി കഴിക്കാം. അപ്പോൾ ബല്ലെ ബല്ലെ ചിക്കനാണ് നമ്മൾ ആദ്യം ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. കിട്ടി ലെഗ് പീസ് കിട്ടി. ബല്ലെ ബല്ലെ ചിക്കനാണ് നമ്മൾ ആദ്യം ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. കൺഫ്യൂഷൻ പാടില്ല. എന്തായാലും നമുക്കിതാ നമ്മുടെ ബല്ലെ ബല്ലെ ചിക്കനും റോട്ടിയും കൂടെ കഴിക്കാം. അടിപൊളി. ഇതാണ് ബല്ലെ ബല്ലെ ചിക്കൻ. അടിപൊളി. ഈ ചിക്കൻ ഭയങ്കര ജ്യൂസിയാണ്. എന്താ കണ്ട, നല്ല ടെൻഡറാണ്. കണ്ട, അമൃത്സരി ചിക്കൻ കഴിക്കാം. ഈ ചിക്കനൊക്കെ നല്ലപോലെ അവർ വേവിച്ച് അടിപൊളിയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പം എന്തായാലും നമുക്കിതിന് ടേസ്റ്റ് ചെയ്യാം. ഒരു പ്രത്യേക തരം ഗ്രേവി. കാരണം ഇതിനകത്ത് അവർ ടൊമാറ്റോ ഗ്രേവി ചേർത്തിട്ടില്ല, ഓണിയൻ ആണല്ലോ. സോഫ്റ്റ് ചിക്കൻ കേട്ടോടാ, ഭയങ്കര സോഫ്റ്റ്. നല്ലപോലെ ഈ ചാറിൽ മുക്കി. അമൃത്സരി ചിക്കൻ. അമൃത്സറിന്റെ നാട്ടിൽ വന്നിട്ട് ഞാൻ അമൃത്സരി ചിക്കൻ കഴിക്കാറ് ഗൈസ്.
പെട്ടെന്ന് തിന്ന് ഞാനിവിടെ നിന്ന് ഇറങ്ങട്ടെ. കാരണം ഞാൻ അടുത്തതായി ഒരു ബഡാ സംഭവം കാണാൻ പോവാണ്. ഞാനിപ്പോൾ ബാഗാ ബോർഡറിലാണുള്ളത്. ഞാനവിടെ പോയിട്ട് പരേഡ് കാണാൻ പോവാണേ. അപ്പോൾ ഇത് പെട്ടെന്ന് തീർത്തിട്ട് വേണം എനിക്ക് അങ്ങോട്ട് പോകാനായിട്ട്. നിങ്ങൾ എന്തായാലും ഇഷ്ടപ്പെട്ടെങ്കിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അല്ലാതെ നിങ്ങൾ പഞ്ചാബി വരുന്നുണ്ടെങ്കിൽ ബല്ലെ ബല്ലെ ചിക്കൻ, അമൃത്സർ ചിക്കൻ മറക്കണ്ട, കഴിച്ചോളൂ. ഓർക്കെളുപ്പമല്ലേ, പഞ്ചാബ് ബല്ലെ ബല്ലെ അമൃത്സർ. ഞാൻ കഴിക്കട്ടെ കേട്ടോ.